നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയ സമയത്ത് കണ്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ പരിചയപ്പെട്ടൊരു അമ്മയുണ്ട് ഗുരുവായൂരിൽ പോയിട്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ശ്രീകോവിലിൻ്റെ അകത്ത് പോയി തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിരിക്കുകയായിരുന്നു. ഞാൻ കൂടെ സൈഡിൽ അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു, 2 കുഞ്ഞു മക്കളും. പേരക്കുട്ടിലാന്ന് തോന്നി. എന്നിട്ട് പേരക്കുട്ടിലെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് അതിൻ്റെ അച്ഛനമ്മയും അമ്മയുടെ അടുത്ത് പറയുകയാണ്, അമ്മേ ഇവിടെ നോക്കാൻ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അകത്ത് കയറിപ്പോയി. നല്ല ഐശ്വര്യമുള്ള 2 മക്കൾ. അമ്മയും നല്ല കാണുമ്പോൾ നല്ല നമ്മുടെ ഭയങ്കര സ്നേഹം തോന്നിയൊരു അമ്മ. അവർ പോയി കഴിയുമ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയുന്നു, നമ്മൾ പരിചയപ്പെട്ടായിരുന്നു, തനിച്ചാണോ വന്നതൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഞാനെടുത്ത റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അമ്മയും റൂം എടുത്തിരിക്കുന്നത്. അമ്മയും അവർ മക്കളൊക്കെ റൂം എടുത്തിരുന്നത് വൈശാഖിൽ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം രാവിലെയും തൊഴുന്നുണ്ട് എന്ന് ഞാൻ എനിക്ക് കൂട്ടുകാരൻ ആളായാലൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, അമ്മ പറയുകയാണ്, ഇതെൻ്റെ ശരിക്കും മക്കളല്ല എന്ന് പറയുമായിരുന്നു അമ്മ. ഞാൻ ചോദിച്ചു എന്ത് പറ്റതാന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറയുകയാണ്, 4 മക്കളും, 2 ആണും 2 പെണ്ണും. ഭർത്ത ചെറുപ്പത്തിൽ മരിച്ചു, കോൺട്രാക്ടറായിരുന്നു. ഒരു വീടും വളപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാടക നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ നോക്കിയത്. മക്കളെയൊക്കെ പഠിപ്പിച്ച് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞു. വിറ്റിട്ട് മൂത്ത മോൻ്റെ അടുത്ത് നിർക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി എന്ന് പറഞ്ഞു. അന്നേരം അമ്മക്ക് വിദ്യാഭ്യാസമുള്ള അമ്മയായിരുന്നു. പണ്ടത്തെ കാലത്ത് 10 വരെ പഠിച്ച അമ്മയാണ്. 70 വയസ്സ് ഉണ്ടാവും അമ്മക്ക്. എന്നിട്ട് വീട് വിറ്റപ്പം എല്ലാവരും 4ആയി ഭാഗിച്ചെടുത്തു. അമ്മേനെ മൂത്ത മോൻ്റെ അടുത്ത് വിട്ടു. അമ്മ പറയുകയാണ്, അവരെ ഞാൻ വളർത്താൻ വേണ്ടിയിട്ട് തയ്യലറിയായിരുന്നു, എനിക്ക് ട്യൂഷൻ എടുക്കാൻ അറിയായിരുന്നു കുട്ടിക്ക്, അതും പഠിപ്പിച്ചു. പിന്നെ അടുത്തുള്ള വീട്ടിൽ പാത്രം തുടച്ചു കൊടുക്കാനും അങ്ങനെ അടുക്കള പണിക്കും പോകുമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ 4 മക്കളെയും വളർത്തിയതെന്ന് പറഞ്ഞു. ഭർത്താവിന് ഒരുപാട് പൈസ ചിലവായി. ഭർത്താവ് കോൺട്രാക്ടറായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയതായിരുന്നു. കുറേ കാലം കിടന്നിട്ടാണ് മരിച്ചത്. അന്നേരം തുടങ്ങി കഷ്ടപ്പെടാമെന്ന് പറഞ്ഞു. എന്നിട്ട് 4 മക്കളെയും ചേർത്ത് പിടിച്ച് പാവം ജീവിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. 2 ടീച്ചർമാരുണ്ട്. ഇപ്പം നമുക്ക് 2 ടീച്ചർമാരാണ്. ആ മക്കളും 2 ദിവസന്മാരാണ്. എന്താ പോസ്റ്റ് എന്ന് പറഞ്ഞില്ല, ടീച്ചർമാരെന്ന് പെമ്മക്കൾ ടീച്ചർമാരെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ മാസം ഓരോ മക്കളെടുത്ത് താമസിക്കുമെന്ന് പറഞ്ഞു. മൂത്ത മോൻ്റെ അടുത്ത് 1 മാസം, 2ാമത്തെ മോൻ്റെ അടുത്ത് 1 മാസം, 3ാമത്തെ മോൻ്റെ അടുത്ത് 1 മാസം, 3ാമത്തെ മോളെടുത്ത്, 4ാമത്തെ മോളെടുത്ത്. അങ്ങനെ പോയി 1 വർഷം അങ്ങ് കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. കൊച്ചുമക്കളെ അമ്മ പേടിപ്പിക്കുന്നു, കൊച്ചുമക്കളെ ഫ്രീഡം കിട്ടുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളായി. ഇളയ മോൾ എന്ത് ചെയ്തു, അമ്മേനെ കൂട്ടി ഗുരുവായൂരിൽ പോയി. ഇതേ സ്ഥലത്താണ് പോലെ അമ്മ ഇരിക്കുന്ന അതേ സ്ഥലത്താണ് പറഞ്ഞത്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു, അമ്മ സ്വർണ്ണമൊക്കെ ഊരി വെച്ചോ. ഒരു മാലയും 2 വളയുണ്ടായിരുന്നുള്ളൂ പാവത്തിന്. സ്വർണ്ണമൊക്കെ ഊരി വെച്ചോ. ഗുരുവായൂർ ഭയങ്കര തിരക്കാണ്, പൊട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ ഊരി വെച്ചിട്ടാണ് വന്നത്. കമ്മൽ പോലും കാതിലുണ്ടായിരുന്നില്ല. എന്നിട്ട് തൊഴുതിട്ട് അകത്തിരിക്കുമായിരുന്നു. അമ്മ ഇരിക്കും, നമ്മൾ പോയി വരാമെന്ന് പറഞ്ഞിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വൈകുന്നേരമായിട്ട് മക്കളെ കണ്ടില്ല, ഈ മോള. അന്നേരം അമ്മ ഇരുന്നിരുന്ന് അവസാനം അമ്മ ഇപ്പം കണ്ട മോനും മോളും അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അമ്മേനെ കരച്ചിട്ട് മോളൊക്കെ കേട്ടിട്ട് അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോലും. അമ്മക്ക് മനസ്സിലായിരുന്നു അമ്മേനെ അവർക്ക് വേണ്ടാന്നില്ല കാര്യം. അമ്മ പിന്നെ മിണ്ടാതെ നിന്ന് അവിടെ എന്ത് വേറെ വഴിയില്ലല്ലോ അമ്മക്ക്. അമ്മ എന്നിട്ട് അവസാനം ഇവർ കൂട്ടിക്കൊണ്ടുപോയി. പോലീസിന് അറിയിക്കാൻ തന്നെ അമ്മ ആത്മഹത്യ ചെയ്യാൻ നിന്നതായിരുന്നു. ഈ മക്കൾ ആ ലേഡി ഡോക്ടറാണ്, അയാൾ ബിസിനസ്സുകാരനാണ്. അവർ കൊണ്ടുപോയി വീട്ടിലോട്ട്. കൊണ്ടുപോയിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു മക്കളുടെ പേരിൽ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് മക്കൾ. അമ്മ പറയുകയാണ്, കേസ് കൊടുക്കണ്ട മോനെ, നിങ്ങൾക്ക് എന്നെ പറ്റില്ല, എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിട്ടെ, എന്നിട്ട് ഞാൻ പെറ്റുപോയതല്ലേ എന്ന്. അമ്മേരെ മനസ്സ് കേസ് കൊടുത്തില്ല, ഇപ്പോഴും കേസ് കൊടുത്തില്ല. ഇപ്പം
മക്കൾ വിട്ടിട്ട് ഇപ്പം 4-5 വർഷമായി. ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ട് പോലുമില്ല അമ്മ എവിടെയാണെന്നൊന്നും. മോനും നോക്കിയില്ല. 2 ആൺമക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്. കുട്ടിക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാരാണ് 2 പേരും. പിന്നെ ഞാൻ ഫോൺ നമ്പറൊന്നും വാങ്ങിയില്ലായിരുന്നു അവരെ. സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അവർ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ഞാൻ യാത്ര പറഞ്ഞ് ഇങ്ങോട്ടും പോന്നു. അതെൻ്റെ മനസ്സ് ഭയങ്കര എങ്ങനെ പറയേണ്ടത്, സങ്കടമായിട്ട് കിടക്കുന്നുണ്ട് അത് അവസ്ഥ. അമ്മേരെ ഇതിപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ആരും മാറ്റാനൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, അമ്മ നഷ്ടപ്പെട്ട് അച്ഛൻ പോകുന്നവരുണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലേ. മക്കളെ കളിന് അമ്മമാരും ഉണ്ട്, അത് വേറെ കാര്യം. എങ്കിലും ഭയങ്കര സങ്കടം തോന്നി. വയസ്സാം കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ആരും ചെയ്യാതിരിക്കില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. ഇത് കേൾക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ പറയണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നോ തോന്നുന്നത്, അല്ല അങ്ങനെ ചെയ്യുന്നതാണോ തോന്നുന്നത്, നിങ്ങൾ മെസ്സേജ് അയക്കണേ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് വരാം കേട്ടോ. ബൈ.